നമസ്കാരം. ജ്യോതിഷപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന അമൃതവർഷിണി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പൂരുരുട്ടാതി നക്ഷത്രജാതർക്ക് ജൂലൈ മാസം ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമായിരിക്കും. കുടുംബ സുഹൃത്തുക്കൾ ഇവർക്ക് എതിരായി തീരുന്നതാണ്. നിരവധി കാര്യങ്ങൾ നിറവേറ്റുവാനുണ്ടെങ്കിലും പലതും നിറവേറ്റുവാൻ കഴിയാതെ വരുന്നതുമാണ്. ഈ നക്ഷത്രജാതരുടെ വിവാഹ കാര്യങ്ങളിലും ഈ മാസം തടസ്സങ്ങൾ ഉണ്ടാകാവുന്നതാണ്. കാർഷിക സംബന്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കുകയും സർക്കാരിൽ നിന്ന് അവർ പ്രതീക്ഷിച്ച സഹായങ്ങൾ ലഭിക്കുകയും ചെയ്യും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ പുരോഗതി ഉണ്ടാകാവുന്നതാണ്. പൂട്ടിക്കിടക്കുന്ന വ്യവസായ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കുന്നതുമാണ്. പ്രായം ചെന്നവരുടെ രോഗങ്ങൾ വിഷമതകൾ സൃഷ്ടിക്കുന്നതാണ്. കടങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടുമെങ്കിലും താൻ വീണ്ടും കടത്തിൽപ്പെടുമോ എന്ന ഭയം മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും. മേലധികാരികളുടെ പ്രശംസ ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്നതാണ്. ഇവർ ഇവരുടെ ജീവിതത്തിൽ ദീർഘകാലമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. ഈ നക്ഷത്രജാതരായ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുവാൻ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാകാം. കാര്യതടസ്സങ്ങൾ മാറാൻ വിദ്യാർത്ഥികൾ സരസ്വതി ക്ഷേത്ര ദർശനം പതിവായി നടത്തേണ്ടതാണ്. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് കാലതാമസം ഉണ്ടാകുമെങ്കിലും അത് നേടിയെടുക്കുവാൻ അവർക്ക് സാധിക്കുന്നതുമാണ്. ഈ നക്ഷത്രജാതരായ സ്ത്രീകൾക്കും ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമായിരിക്കും. മിക്ക കാര്യങ്ങളിലും ഇവർക്ക് കാര്യതടസ്സങ്ങൾ ഉണ്ടാകാവുന്നതാണ്. കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടാൻ വിഘ്നേശ്വര പ്രീതികരങ്ങളായ കർമ്മങ്ങൾ ഇവർ ചെയ്യേണ്ടതാണ്. പൂരുരുട്ടാതി നക്ഷത്രജാതർ പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ അന്ന് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയും പാൽപ്പായസം നേരുകയും എല്ലാ വെള്ളിയാഴ്ച ദിവസവും ദേവീക്ഷേത്ര ദർശനം നടത്തുകയും ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. ഉത്രട്ടാതി നക്ഷത്രജാതർക്ക് ജൂലൈ മാസം ഗുണകരമായ നേട്ടങ്ങൾ നൽകുന്ന മാസമാണ്. പിതാവിൽ നിന്നും സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കുന്നതുമാണ്. മംഗളകർമ്മങ്ങൾ നടക്കുന്നതുമാണ്. ഭൂമി വാങ്ങുന്നതിനും യോഗമുണ്ട്. ഉദ്യോഗാർത്ഥികൾക്ക് മെച്ചപ്പെട്ട ജോലി ലഭിക്കുവാനുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ ചില കടബാധ്യതകൾ വരുത്തി വയ്ക്കുന്നതുമാണ്. പഠിക്കുന്ന കുട്ടികൾക്ക് വിദ്യാപരമായിട്ട് നല്ലതായിരിക്കും. പഠനകാര്യങ്ങളിൽ നേട്ടമുണ്ടാകുന്നതാണ്. വിവാഹാദി മംഗളകർമ്മങ്ങളിലുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ്. അനുയോജ്യമായ വിവാഹാലോചനകൾ വരുന്നതുമാണ്.
പുനർവിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നതുമാണ്. ശനി 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതാകയാൽ ചില ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാവുന്നതാണ്. വാഹനങ്ങളുടെ ഉപയോഗം ഇവർ സൂക്ഷിക്കേണ്ടതാണ്. രാത്രികാല യാത്രകളും ദൂരദേശ യാത്രകളും കഴിവതും ഒഴിവാക്കേണ്ടതാണിവർ. ഈ നക്ഷത്രജാതരായ ഉദ്യോഗസ്ഥർക്ക് മേലുദ്യോഗസ്ഥരുടെ പ്രീതി സമ്പാദിക്കുവാൻ സാധിക്കുന്നതുമാണ്. ഇവരുടെ പ്രവർത്തന മേഖലയിൽ ഇവർക്ക് നല്ല പുരോഗതി ഉണ്ടാകുന്നതുമാണ്. സർക്കാർ ജോലി കിട്ടുവാനുള്ള യോഗവുമുണ്ട്. ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ഇവർ കഠിനാധ്വാനം നടത്തുന്നതുമാണ്. ഉദ്യോഗസ്ഥരായ സ്ത്രീകൾക്ക് സ്ഥാനമാനങ്ങളെക്കുറിച്ച് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ഈ നക്ഷത്രജാതരായ സ്ത്രീകൾക്ക് ഗുണകരമായ കാലഘട്ടമായിരിക്കും ജൂലൈ മാസം. സന്താന ഗുണം ഉണ്ടാകുന്നതാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനപരവുമായ അന്തരീക്ഷമായിരിക്കും. പൊതുപ്രവർത്തകരായ സ്ത്രീകൾക്ക് സ്ഥാനലബ്ധിയും അംഗീകാരവുമൊക്കെ പ്രതീക്ഷിക്കാവുന്ന കാലഘട്ടം കൂടിയാണ്. ഇപ്പോൾ ചൊവ്വ, രാഹു എന്നീ ഗ്രഹങ്ങളുടെ ദശാപകാര കാലഘട്ടം നടക്കുന്നവർ 9 ദിവസം തുടർച്ചയായി നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ്. ദോഷശാന്തിക്കായി ഉത്രട്ടാതി നക്ഷത്രജാതർ ജൂലൈ മാസം എല്ലാ ശനിയാഴ്ച ദിവസവും ശാസ്താക്ഷേത്ര ദർശനം നടത്തുകയും ശാസ്താവിന് നെയ്വിളക്ക് സമർപ്പിക്കുകയും നീരാഞ്ജനം കഴിപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. അതുപോലെ എല്ലാ തിങ്കളാഴ്ച ദിവസവും ശിവക്ഷേത്ര ദർശനം നടത്തുകയും ശിവക്ഷേത്രത്തിൽ ധാര കൂവളമാല ചാർത്തുകയും ചെയ്യേണ്ടതാണ്. അതുപോലെ പിൻവിളക്ക് സമർപ്പിക്കുകയും വേണം. നന്ദി, നമസ്കാരം.